ആയിക്കോട്ടെ. കുറച്ച് സിമ്പിൾ ആയിട്ട് പാടിയ പോലെ. ആ ഓക്കെ. ആ ഈ കടലിന്റെ ഈ തിരയുടെ എണ്ണത്തിന്റെ അളവ് എന്തെങ്കിലും കുറഞ്ഞു പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഈ നാട്ടില്? ഇതിലാരാ ഏറ്റവും സിംഗർ ആരാ? സിബില. ഓക്കെ, എന്നാ ഒരു 4 വരി പാടിയത്. അപ്പോൾ കാഞ്ചന മൊയ്തീൻ്റെ വരി എഴുതിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് നീ എന്തിനാ ഈ കടലിലേക്ക് വന്നത്? അപ്പോഴാണ് ഒന്നും മനസ്സിലായില്ലേ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞുതരാം. കാഞ്ചന മൊയ്തീന് എവിടെയാണ് ആദ്യം കാലുകുത്തിയത്? ഹലോ ഗൈസ്, ഹായ്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാൻ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ? അച്ഛൻ ചീത്തറിയും. ഗൈസ്, അച്ഛൻ ചീത്തറിയുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാങ്ക് ഉണ്ടാവും, വ്ളോഗ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മൊത്തം കളറ് ഫുൾ എന്താ പറയുക, ഫുൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇന്ന് കോഴിക്കോട് ബീച്ചിലുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കിൽ തന്നെ ഒരു ടീം നിൽക്കുന്നുണ്ട്, നമുക്ക് പോയി പരിചയപ്പെടാം. ഹായ് ഗൈസ്. ഹായ്. ഹായ്. ഓക്കെ, പേരെന്താ? ദേവു. ആമി. സ്റ്റാൽവിൻ. അപ്പോൾ എന്നാലും നമ്മൾ പരിപാടി തുടങ്ങല്ലേ? വെറുതെ വന്നല്ലേ? ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞോ. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാമെന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഹാപ്പി? ഓക്കെ, എന്താ പഠിക്കുന്നത് നിങ്ങളൊക്കെ? 10th ഹൈസ്കൂള്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കരിമ്പല്ലേ, നമ്മൾ കഴിക്കുന്ന ഒരു കരിമ്പില്ലേ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. അത് ഏതാ പറയാൻ? പഠിച്ചീനി? 10ാം ക്ലാസ്സിലുണ്ട്. എന്നാ പറയണം, എന്തായാലും പറയണം. തമിഴ്നാടോ? ഈ പൊളിയാണ്. എൻ്റെ പേരെന്താ? സ്റ്റാലി. ഓക്കെ, അല്ല അതൊന്നല്ല, അതാ പഠിച്ചേ. ആണ്, അന്ന് പോയിണ്ടാവില്ല അല്ലേ? ഓക്കെ, പറയൂ. ഓക്കെ, നിങ്ങളൊന്ന് തിങ്ക് ചെയ്തോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ബീച്ചിലുള്ളത്. ഇന്ന് വെയിലൊന്നുമില്ല ഗൈസ്, ഇന്ന് മൊത്തം കളറാണ് അവിടെ, ഫുൾ കളറ്. മോനെ, ഒരു പൊടി വെയിലില്ല. വിഷയം കണ്ടോ, എല്ലാവരും നിറഞ്ഞടക്കുക അവിടെ. ഇന്നത്തെ ക്ലൈമറ്റ് നല്ല അടിപൊളി അല്ലേ? അതെന്താ വെയിലാ ഇഷ്ടം? കടലിൽ വരുമ്പോ വെയിലോ? ഞാൻ ഇന്നലെ ഒക്കെ അനുഭവിച്ച് നിങ്ങൾക്ക് അറിയായിട്ടാ. ആ, വെയിൽ ശരിക്കും വെയിൽ ഇഷ്ടാ ആണല്ലേ? ഓക്കെ, അപ്പൊ എന്താ ആൻസർ എന്താ? ഏറ്റവും കൂടുതൽ കരിമ്പ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഓക്കെ, കേരളം എന്നൊക്കെയാ പറയുന്നത്, എന്താ പറയാ? വേറെ? രാജസ്ഥാനോ? ഇനി കയ്യിലോട്ടോ ഞാൻ പറയട്ടെ. ആൻസർ ചോദിച്ചില്ലേ? ഗുജറാത്ത്. പോയിട്ടോ, ഞാൻ പറയാൻ പോവാണേ. ഓക്കെ ഗൈസ്, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോവാണേ. ഉത്തർപ്രദേശ്. ഓക്കെ, പ്രശ്നമില്ല, ഇനി അടുത്തതിലാക്കാം. ഞാൻ ചെറിയ വേറൊരു ടാസ്ക് തരട്ടെ. ഇതിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾ ടോപ്പ് ആവും. ഗിഫ്റ്റ് ഒന്നും ഇല്ല, ഇത് ടാസ്ക്കാണ്. ഓക്കെ, 777 + 333. റോങ് ആൻസർ. ഓക്കെ, ഓന 1100 പറഞ്ഞ് റോങ് ആൻസർ ആണ്. യെസ്, എന്നാ വേറൊരു മാത്സ് തരാം. ചെറിയൊരു മാത്സ്, ഇത് പെട്ടെന്ന് കിട്ടും. 2090 + 10. 2100. ഈ പൊളിച്ച്. അപ്പൊ ഈ വിന്നായി. അപ്പൊ നിങ്ങൾ മറ്റേത് കംപ്ലീറ്റ് ചെയ്യണം. 777 + 333. 10ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? ആ, 777 യെസ്. 10,000. മോനെ, 10,000 രൂപയെ. നിങ്ങൾ ശരിക്കും 10ാം ക്ലാസ്സിലാ? ഇല്ല, അങ്ങനെ പൊട്ടന്മാരാക്കൂല. എക്സാം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന കുറച്ചേരം ബ്രേക്ക് ആണല്ലേ? ഓക്കെ, അപ്പൊ എന്നാലും നിങ്ങൾ പീസ്ഫുൾ ആയിട്ട് എൻജോയ് ചെയ്തു. ഓക്കെ, അപ്പൊ ക്യാമറ നോക്കി രായി പറഞ്ഞോ. ഹായ് ഗൈസ്. ഹായ്. ഏറ്റവും കൂടുതൽ ഇന്ത്യൻ സംസ്ഥാനത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിന് ഏത് സംസ്ഥാനം പറയാൻ പറ്റുമോ? അറിയില്ല. ഓക്കെ, അപ്പോൾ മുടി അടിപൊളിയാണ്, പിന്നെ ഡ്രസ്സ് അടിപൊളിയാണ്. ഇപ്പോൾ മൊത്തത്തിൽ അടിപൊളി ആവണമെങ്കിൽ ആൻസറും കൂടെ പറയാമെന്ന് വെച്ചാൽ മൊത്തത്തിൽ കളറാവും.
ഓക്കെ, അപ്പോൾ പറയൂ. എനിക്കറിയില്ല ബ്രോ. അറിയില്ല. ക്ലൂ നമ്മൾ പറയുന്നു. ആണ്. എന്നാ ഇന്ത്യൻ സംസ്ഥാനമാണ്. ഇന്ത്യൻ സംസ്ഥാനം. യെസ്. സംസ്ഥാനം. അപ്പോൾ ഗൈസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയില്ല ബ്രോ. എന്നായിക്കോട്ടെ. 2090 + 10 എത്ര? 2090 + 10. യെസ്. 3000. ആണോ? അപ്പോഴും റോങ് ആയി. ഓക്കെ, 3000 ആണല്ലേ? ഓക്കെ, 2090 + 10. അതെ, 2090 + 10 3000. 3000. ഓക്കെ, അപ്പോൾ പേരെന്താ? ഫാത്തിമ ഹിമാന. ഓക്കെ, അപ്പോൾ അടിപൊളിയാണ്. കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്? ഇങ്ങനെ ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ബീച്ചൊക്കെ? സെറ്റ് വൈബ്. ഇവിടെ ബീച്ച് നല്ല അടിപൊളിയാണ്. നമ്മളിപ്പോൾ വേറെ ഈ സ്ഥലത്ത് പോയാലും നമുക്ക് കിട്ടുന്ന ഫീലല്ല ഈ കാലിക്കറ്റ് ബീച്ച് തന്നെ വരുന്നത് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ആൻസർ എത്ര? ഇനി ആൻസർ 3000. 3000. ഓക്കെ, 2090 + 10 അല്ലേ? ഓക്കെ, 3000. ഓക്കെ, അപ്പോൾ എത്ര വരെ പഠിച്ച്? ഞാനിപ്പോൾ 10th ആണല്ലേ? ഓക്കെ, അവിടെ ഈ മാത്സ് ഒക്കെ എങ്ങനെ പഠിപ്പിക്കുന്നില്ല? മാത്സ് ഒക്കെ കുഴപ്പമില്ല. ആണല്ലേ? അറിയില്ല. മാത്സ് അറിയില്ല. ഓക്കെ, അപ്പോൾ 2100 ആൻസർ. അതെ, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ വ്ളോഗിൽ വരും. അപ്പോൾ ഗൈസ് ഇത് അനസ് വ്ളോഗ് 21 യൂട്യൂബിൽ വരും. ഓക്കെ, യൂട്യൂബിൽ വരും. അപ്പോൾ ആയി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഏതായാലും തെറ്റിയല്ലോ. അപ്പോൾ ഇനി ഒരു ടാസ്ക് ഉണ്ട്. ഒരു അനന പാച്ചി എന്ന് പറഞ്ഞ വരി 4 വട്ടം പറഞ്ഞു. അനക്ക് അറിയണ മാതിരി പാടിയാൽ മതി. വേറെ എന്നാൽ ഒരു കുമാരനാശാന്റെ ഒരു കവിത എഴുതാൻ പറ്റും. കവിത എഴുതാനോ? എന്താ ആണ്. എന്നാല് ഏത് പാട്ടാ? എന്നാ നമുക്ക് അറിയുന്ന ഒരു പാട്ട് പാടിക്കോ. ഒന്ന് കളറായിക്കോട്ടെ. ആ, ഓക്കെ. ആ, സുഹൃതം തരംഗുരം ശരഫുടരിതി മതി സന്തോഷം മുന്ദ്ര സന്തോം മുന്ദ്ര സുന്ദര സുന്ദര ശോഭിസുരാ പൊരുൾ കസുരാം അഹമ്മദ് പുനന്ദ സുഗന്ധവല്ലി നികന്ദ പുഴന്തി കന്നി മതി മതി. ഓക്കെ, ഇപ്പോൾ പാട്ട് പാടിയതിനോട് ഇവിടെ രക്ഷപ്പെട്ടു. ഓക്കെ, പാട്ട് പാടിയതിനോട് ഈ കഴിച്ചിലായി. അല്ല ഞാൻ ഈ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ മാത്സ് ഒക്കെ ഒന്ന് അറിയില്ലേ? ഓക്കെ, എന്നാൽ വേറൊരു മാത്സ് ചോദിക്കട്ടെ. അത് കിട്ടിയല്ലോ. 777 + 333 എത്ര? 777 + 333 ഓക്കെ. മോനെ സീനാണ് ഈ. അതെങ്ങനെ നമുക്ക് ആൻസർ പറയാൻ കഴിയുന്നത്? ആണ്. സംഭവം റോങ് ആൻസർ ആണ്. ആണ്. ഇനിയിപ്പോ അത് പറഞ്ഞോ? ആണ്. ഇപ്പൊ കണ്ടപ്പോ തന്നെ മൊത്തത്തിൽ വെട്ടില്ലേ? ആണല്ലേ? ഓക്കെ, അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അടിപൊളിയാക്ക്. ഓക്കെ, അപ്പൊ ആൻസർ 1110. അതെ, ആണല്ലേ? എന്നാ ഒരായി പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതും പറക്കല്ലേ? ഓക്കെ, അതിന്റെ കോസ്റ്റ്യൂം അത്. അതെ, പക്ഷെ ആൻസർ മൊത്തം പോയില്ലേ? ഓക്കെ, അപ്പൊ എന്നാ ഞാൻ പോട്ടെ എന്നാല്. ഓക്കെ, കാണാം. ഓ, വ്ളോഗിലിടും. അപ്പൊ ഇന്ന അറിയുന്ന പറഞ്ഞ് അനസ് വ്ളോഗ് 21. ഇന്ന് തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് പോയിട്ട് എഡിറ്റ് ചെയ്യാണ്ട് കുറേ പരിപാടികളുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ കഷ്ടപ്പാടുണ്ട്. ഇത് നിങ്ങൾ കാണുന്ന മാതിരി ഒന്നുമല്ല കഥകൾ. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി, കാണാം. ഗൈസ്, ഞാൻ ഈ സ്ട്രെയിൻഡേഴ്സിൻ്റെ അടുത്ത് ഫുൾ പ്രാങ്ക് ചെയ്യാൻ പോവാം. ഓക്കെ, ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാ. ഈ കടലിൻ്റെ ഈ തിരയുടെ എണ്ണത്തിൻ്റെ അളവ് എന്തെങ്കിലും കുറഞ്ഞു പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ ഈ നാട്ടിൽ? എന്തെങ്കിലും സംഭവിക്കൂല. എന്താ പേരെന്താ? വിസ്മയ. അപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ടറിയോ? അനന്ന പാച്ചയെ ഒത്തിത്തെ അതൊന്ന് കളിക്കാൻ പറ്റുമോ? അതൊന്ന് നമുക്ക് ഗ്രൂപ്പായിട്ട്. അറിയില്ല. ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അങ്ങനെ കറങ്ങണം. അറിയോ? നമ്മളില്ലേ ഒരു അനന പാച്ചയെന്ന് പറഞ്ഞ സ്റ്റെപ്പ് കളിക്കാൻ പോവാം. ആ, അനയ പാച്ചയെ ഒത്തി തേൻ തേൻ തേൻ. അതറിയില്ല? എന്നാ ഞാൻ പോട്ടെ. അപ്പോൾ ഇത് മുബാറക്ക്. അപ്പോൾ ഒരായി പറഞ്ഞു. ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്താട്ടോ. യൂട്യൂബ് ചാനൽ അനസ് വ്ളോഗ് 21. ബൈ. ഓക്കെ ഗൈസ്, അങ്ങനെയൊക്കെയാണ് കഥകൾ. ഗൈസ്, ഇനി നമ്മൾ ഈ ഫുൾ കളറാക്കാൻ പോയി. ഞാൻ പഴയമാതിരി കൂടെ തിരിച്ച് വന്നാലുണ്ടല്ലോ പിന്നെ ഫുള്ള് വിഷയമായിരിക്കും ഗൈസ്. ഫുൾ വിഷയം. ഇന്നാന്ന് വെച്ചാൽ ഈ വെയിൽ പോയിട്ട് ഒരു സാധനമില്ല. ഹാപ്പി ക്ലൈമറ്റ്.
ഗൈസ് ഇനി നമുക്ക് ഇവിടെ ബാക്കിൽ ഒരു ഫാമിലി ഉണ്ട്, നമ്മൾ അവിടെ പോയോക്കാം. ഓക്കെ, ഹായ് 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 ഹായ്. ഓക്കെ, ഇവിടേക്ക് വന്നോളൂ. അപ്പോൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യന് ആൻസർ പറയാന്ന് വെച്ചാൽ ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതലില്ലേ നമ്മൾ കഴിക്കുന്ന ഒരു കരിമ്പില്ലേ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. അത് ഏതാന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചാൽ മതി, വെറുതെ എടുത്ത് ചാടി പറഞ്ഞ് വെറുതെ കൊളാക്കണ്ട. ഓക്കെ ഓക്കെ. ഒരു ടീം പോയി പോലെ എന്തെങ്കിലും ഒരു ജില്ല എന്തെങ്കിലും പറഞ്ഞു. ഒരു ജില്ല അല്ല, സംസ്ഥാനം. യെസ്, പറയൂ. യെസ്, നിങ്ങൾ ഏത് സംസ്ഥാനത്തിനാണ് വരുന്നത്? മലപ്പുറം ജില്ലല്ലേ? നിങ്ങള് കോഴിക്കോട് ജില്ല, മലപ്പുറം ജില്ല എന്നല്ലേ വരുന്നത്? അപ്പൊ സംസ്ഥാനം അല്ലല്ലോ. ആ, യെസ്, പറയൂ. കേരളം സംസ്ഥാന. ഏറ്റവും കൂടുതൽ കരിമ്പില്ലേ നമ്മൾ കഴിക്കുന്ന കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇവര് മലപ്പുറം, കേരളം അതൊക്കെ പറഞ്ഞു. ചിരിക്കണ്ട, പറഞ്ഞോളൂ. ഏതാ? തമിഴ്നാടോ? അതെ, ഇന്ത്യൻ സംസ്ഥാനം. നമ്മൾ കഴിക്കുന്ന കരിമ്പില്ലേ, ഇത് ആള് കൂടിയല്ലോ. ഇതൊക്കെ നിങ്ങള് എവിടുന്നോ വരുന്നത്? ഗൈസ്, ഇവിടെ ആള് കൂടി. ആണ്, പ്രശ്നമില്ല. ഇത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാ. ആൻസർ പറയാന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതലില്ലേ കരിമ്പില്ലേ, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉണ്ട്. അത് ഏതാണെന്നാണ് എനിക്ക് ക്വസ്റ്റ്യൻ. ഏതാണ്? പറഞ്ഞോളൂ. മഹാരാഷ്ട്ര റോങ് ആണ്. ഓക്കെ, ഞാൻ രാജസ്ഥാൻ റോങ് ആണ്. അപ്പോ നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾ ഒരു സംസ്ഥാനം പറയും. രാജസ്ഥാൻ അല്ല. അപ്പോ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അല്ല, ആൻസർ ഞാൻ പറയണോ? തമിഴ്നാടൊക്കെ റോങ് ആണ്. അനസ് വ്ലോഗ് 21. അപ്പോൾ ഇന്നത്തെ ആൻസർ എന്താണെന്ന് വെച്ചാൽ ഉത്തർപ്രദേശ്. അപ്പോൾ ഒരായി പറഞ്ഞോളൂ ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ഓൺലി വൺ ആൻഡ് ഓൺലി ക്വസ്റ്റ്യൻസ് മാത്രമേ നിറക്കുന്നുള്ളൂ. അതൊക്കെ ഒരു ക്വസ്റ്റ്യനൊക്കെ പോരാ മച്ചാ? മതിയില്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്, ഇന്ത്യൻ സംസ്ഥാനം. ഏതാ പറയാൻ പറ്റുമോ? അതെ, യെസ്, പറയൂ. ക്ലൂ ഇല്ല. ആൻസർ പറയാന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഉണ്ട്. ഇതുമാരെ കിട്ടും. മലപ്പുറം സംസ്ഥാനം. പൊള്ളി, എൻജോയ് മോനെ ഗൈസ്. മലപ്പുറം സംസ്ഥാനം. ഗൈസ്, രണ്ടാമത്തെ ആള് മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനം മലപ്പുറമാക്കി. എന്നാ ആക്കിയെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഇതൊരു യൂട്യൂബ് ചാനലാണ്, അനസ് വ്ലോഗ് 21. അപ്പോൾ ആൻസർ ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പോൾ ഒരായി പറഞ്ഞു. നമ്മ ഇനി അടുത്ത ടീമിനെ കിട്ടീണ്. ഹായ്, പേരെന്താ? ഹസ്ന, ഹിന. ഓക്കെ, പേരില്ലേ? ഓക്കെ, അപ്പോൾ ആർക്കാ ക്വസ്റ്റ്യൻ വേണ്ടി? അങ്ക. ഓക്കെ, ഏറ്റവും കൂടുതൽ കരിമ്പില്ലേ നമ്മൾ കഴിക്കുന്ന കരിമ്പ്, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. അതിൻ്റെ പേരാ? കുഴപ്പമില്ല, നമ്മൾ പിന്നെ ആക്കാം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനൊക്കെ കുറച്ച് പഠിച്ചിട്ട് ഇങ്ങോട്ട് ബീച്ചിലേക്ക് വന്നോളി. തമിഴ്നാട് സംസ്ഥാനമാണോ? പ്രശ്നമില്ല, നമ്മൾ അടുത്തേലാക്കാം. അപ്പോൾ ഒരായി പറഞ്ഞോളൂ. അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ ഗൈസ് ഉള്ളത്, ഒരുപാട് ആൾക്കാർ. ഈ വെയിലൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെ ബീച്ചിലേക്ക് മൊത്തത്തിൽ ഇങ്ങോട്ട് കുടുംബസമേതം ഇറങ്ങി പോകുന്നതെന്നോ ഡൗട്ടുണ്ട്. ഇവിടെ മൊത്തം ആൾക്കാരാണ് ഉള്ളത്. ഹായ് ഗൈസ്, ഹായ്. ബീച്ചിൽ എന്തിനു വന്നാ? കടൽ കാണാൻ. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാന്ന് വെച്ചാൽ ഗിഫ്റ്റ് ഞാൻ തരാം. ഏറ്റവും കൂടുതൽ കരിമ്പില്ല നമ്മൾ കഴിക്കുന്ന കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. അത് ഏതാണെന്ന് പറയാൻ പറ്റുമോ?
തമിഴ്നാട് സംസ്ഥാനം അല്ലേ? ഓക്കെ, പറയൂ, അടുത്തത് പറയൂ. പോന്നോട്ടെ, മണ്ടത്തരാണെങ്കിൽ പറഞ്ഞോട്ടെ, സീനില്ല. മണ്ടത്തരം വേണം, എന്നാലേ ശരിയിലേക്ക് എത്തുള്ളൂ. കർണാടക. ഓക്കെ, എന്താ പറയുക, ഇനിയിപ്പോൾ എന്നോടൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഇല്ല. അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞു. ഏറ്റവും കൂടുതൽ കരിമ്പില്ല, നമ്മൾ കഴിക്കുന്ന കരിമ്പ്, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. അത് ഏതാ പറയാൻ പറ്റുമോ? അറിയില്ല. ഒരു സംസ്ഥാനം പറഞ്ഞാൽ മതി, പൊട്ടത്തരാണെങ്കിൽ പ്രശ്നമില്ല. ക്ലൂ ഇല്ല. ഇന്ത്യൻ സംസ്ഥാനം, അങ്ങനത്തെ ക്ലൂ ഞാൻ തന്നെ പറഞ്ഞോളൂ. യെസ്, അതന്നെ ആന്ധ്രാപ്രദേശ്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രദേശം നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ആയി പറഞ്ഞോളൂ. ഓക്കെ, ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ, ബൈ. നമുക്ക് കുറച്ച് അടിപൊളി ആൾക്കാരെ കിട്ടിയിരുന്നു. പേരെന്താ? ഫഹീം. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ പറയാൻ വെച്ചാൽ ഗിഫ്റ്റ് ഞാൻ തരാം. കൊടുക്കും. ഏറ്റവും കൂടുതൽ കരിമ്പില്ലേ, നമ്മൾ കഴിക്കുന്ന കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. അതിൻ്റെ പേരാണ് പറയേണ്ടത്. ഓക്കെ, എവിടെ നിന്ന് പറയാം? ചെന്നൈയില്ലേ? റോങ് ആണ് മച്ചാ, പറയൂ. ഓക്കെ, അലകെ. ഓക്കെ, ജാർഖണ്ഡ്. ഇന്ത്യ മോനെ, റോങ് ആണ്. സീന കിട്ടൂല. അലൈക്ക. അപ്പോൾ നിങ്ങൾ മൂന്നാക്കുമ്പോൾ ഒരു ചാൻസ് ഉണ്ട്. വേഗം പറഞ്ഞോളൂ. എന്താല്ലേ, കർണാടക. കർണാടക സംസ്ഥാനമാണെന്ന് പറയുന്നത്. ആണല്ലേ? ആണോ? ആണല്ലേ? ആ, സ്റ്റേറ്റാ. ഇത് ഇന്ത്യൻ സംസ്ഥാനമാണ്. കർണാടക സംസ്ഥാനല്ലേ? അതല്ല, റോങ് ആൻസർ ആണ് നിങ്ങൾ പറയുന്നത്. ആസം. ഓക്കെ, എന്നാ ക്യാമറ നോക്കി രായി പറഞ്ഞു. കാശ്മീർ റോങ് ആണ്. ആൻസർ ഞാൻ പറയട്ടെ, ഉത്തർപ്രദേശ്. അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞു. അപ്പോൾ നല്ല ഇതും പറ. ഓക്കെ, ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ അനസ് വ്ളോഗ് 21. ഓക്കെ, ബൈ. ഓക്കെ ഗൈസ്, ഇന്നാണെങ്കിൽ വളരെ ഒരു യഥാർത്ഥ ഒരു ബീച്ചിലൊക്കെ നടക്കാൻ പറ്റിയ ഒരു ക്ലൈമറ്റ്. എന്താ പറയുക, നല്ല രസമുണ്ട്. എന്തോ ഒരു വെയിലൊന്നും അറിയുന്നില്ല. പിന്നെ വെയിലൊക്കെ നൈസായിട്ട് വെയിലുണ്ട്, പക്ഷെ നമുക്കൊരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞ സാധനം അതില്ല. അപ്പോൾ നമുക്കില്ലേ സ്ട്രെയിൻഡേഴ്സിൻ്റെ അടുത്തെത്തിയിട്ട് അവൻ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ പ്രാങ്കായിട്ട് ചെയ്ത ആളാണ്. മൊത്തത്തിൽ ഓരോരോ കൺഫ്യൂഷനായി പോകും. കാണിച്ചു തരാനിപ്പോൾ. എടാ മച്ചാ, ചൊരണ്ടീസിൽ ഉപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കംപ്ലയിൻറ്റ് കിട്ടി. അപ്പോൾ ലണ്ടനിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് രമേശ് എന്നാണ്. അപ്പോൾ രമേശ് കുഞ്ഞിപ്പാറയിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് ബസ് ഇടിച്ച്. പക്ഷേ ബസ്സിലാണെങ്കിൽ ബ്രേക്കില്ലേനു. ബ്രേക്കില്ലാത്തതിനോട് ബസ് ഇടിച്ച്. അപ്പോൾ അജ്മീർ എന്ന് പറഞ്ഞ ബസ്സാണ്. അപ്പോൾ ആ ബസ്സിന് മുന്നിലേക്ക് നോക്കുമ്പോൾ മുന്നിലെ കാഴ്ചകൾ മങ്ങുന്നു. അപ്പോൾ പെട്ടെന്ന് വന്ന് എനിക്ക് ചൊരണ്ടീസ് കഴിക്കണം തോന്നി. അപ്പോൾ എന്താ പേരെന്താ? ഇർഷാദ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. ഏതാ പറയാൻ പറ്റും? ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. ഏതാ പറയാൻ പറ്റും? അറിയില്ല. നിങ്ങൾ ഏത് സംസ്ഥാനത്തിൽ നിന്ന് വരുന്നത്? പറയൂ, ഏതാ സംസ്ഥാനം? നിങ്ങൾ വരുന്ന സംസ്ഥാനം ഏതാ? കോഴിക്കോട് സംസ്ഥാനം. വെരി ഗുഡ്. കഴിച്ചോളൂ, കഴിച്ചുകൊണ്ടേയിരിക്കൂ. ഓക്കെ, അപ്പോൾ ക്യാമറ നോക്കിയായി പറഞ്ഞു. അപ്പോൾ ആൻസർ ഉത്തർപ്രദേശ് കേട്ടോ. ഓക്കെ, ബൈ. ഈ ഒരു ചെറിയൊരു യൂട്യൂബ് ചാനൽ അനസ് വ്ളോഗ് 21. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ റെഡിയാണ്. ഓക്കെ, ബൈ. പിന്നെ നമ്മൾ ട്രെൻഡിങ് ആയി കിടക്കുന്ന കുറച്ച് പാട്ടുകളൊക്കെ ഇല്ലേ, അന്നെ പാച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഇട്ട് നോക്കാം. നമുക്കൊന്ന് കളറാക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഫുള്ള് പ്രാങ്കും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഡാൻസൊക്കെ കളിക്കുകയെന്ന് വെച്ചാൽ ഓരെ കൊണ്ട് കളിപ്പിക്കുക, പിന്നെ പാട്ട് പാടിപ്പിക്കുക, അങ്ങനത്തെ ഒരു പരിപാടി. ചേട്ടാ, പാട്ട് പാടാൻ അറിയോ? എങ്ങനെയുണ്ട്? ബീച്ചൊക്കെ എങ്ങനെയുണ്ട്? നല്ല സൂപ്പർ. ഓക്കെ, എവിടെ നിന്ന് വരുന്നത്? ചെട്ടിപ്പടി. അപ്പോൾ ഇതും പറ. ഓക്കെ, അപ്പോൾ ബീച്ച് അടിപൊളിയല്ലേ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. ഏതാ പറയാൻ പറ്റുമോ? അറിയില്ല. നിങ്ങൾക്കറിയോ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? അറിയോ? ഇല്ല. അപ്പോൾ ആൻസർ ഉത്തർപ്രദേശിൽ നിന്നാണ്. അപ്പോൾ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലാണ്.
അപ്പോൾ അനസ് വ്ളോഗ് 21 അതിലുണ്ടാവും. ഒരു ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ഹായ് ഗൈസ്. ഹലോ, പേരെന്താ? മുബഷിർ. ദിപിൻ. എൻ്റെ പേര് കുമാരൻ എന്നാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. അപ്പോൾ എനിക്ക് തമിഴ് കൊഞ്ചം പിരീത്. ഓക്കെ, തമിഴ് പുരുമാ അറിയില്ല. എനിക്ക് നല്ല തമിഴ്. ഓക്കെ, അപ്പോൾ ഞാൻ ലണ്ടനിലാണ് വരുന്നത്. എനിക്ക് ഇംഗ്ലീഷ് നല്ല അറിയാം. അപ്പോൾ ഇംഗ്ലീഷ് അറിയോ? ഓക്കെ, എല്ലാം അറിയാല്ലേ. അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതെങ്കിലും അറിയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കരിമ്പില്ലേ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമുണ്ട്, ഏതാ പറയാൻ പറ്റും? കരിമ്പ്. യെസ്, നമ്മൾ കഴിക്കുന്ന കരിമ്പില്ലേ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം? പഞ്ചാബ്. റോങ് ആണ്. ഓക്കെ, തമിഴ്നാട് സംസ്ഥാനമാണല്ലേ? തമിഴ്നാട് സംസ്ഥാനമാണ്, ഇന്ത്യൻ സംസ്ഥാനം. തമിഴ്നാട് സംസ്ഥാനമായി ആയോ? ഓക്കെ, അപ്പോൾ പേരെന്താ? ദിപിൻ. മുബഷിർ. ഓക്കെ, അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഹലോ ഗൈസ്, ഹായ്. ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാൻ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ, അച്ഛൻ ചീത്തറിയും. ഗൈസ്, അച്ഛൻ ചീത്തറിയുന്നത് എന്താ ചോദിച്ചോക്കോ. ഗൈസ്, ഇതാണ് അച്ഛനെ പേടിച്ച് ഓടി ഓളല്ലേ, അച്ഛനെ പേടി ഓർക്കല്ലേ. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏറ്റവും കൂടുതലില്ലേ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്, ഇന്ത്യൻ സംസ്ഥാനം. അതേതാ പറയാൻ പറ്റും? തമിഴ്നാട്. റോങ് ആണ്. കരിമ്പ്. കേരളം. ഓക്കെ, റോങ് ആണ്. ബംഗാളോ ബീഹാറോ പഞ്ചാബ്. പ്രശ്നമില്ല. എന്തായാലും നിങ്ങൾ ആൻസർ പറയാത്തത് കൊണ്ട് ഇനി അച്ഛൻ എന്തായാലും ചീത്ത പറയും. ഓക്കെ, പഞ്ചാബല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ആൻസർ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ അച്ഛൻ വന്ന് പേടിക്കുന്നൊക്കെ പറഞ്ഞ ടീം. അപ്പോൾ നിങ്ങൾ നേരത്തെ എന്തോ ഓട്ടോ ഓടി. അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ക്യാമറ നോക്കി ആയി പറഞ്ഞോ. ഹായ് ബ്രോ. എൻ്റെ പേര് കുമാരനാശൻ. ഞാൻ കവിത എഴുതുന്ന പണ്ടൊക്കെ കവിത എഴുതിയിട്ട് ഇന്നെ കവിത എന്ന് പുറത്താക്കി. അപ്പോൾ പ്രശ്നമില്ല, കവിത പിന്നെ എഴുതാം. അപ്പോൾ പേരെന്താ? എൻ്റെ പേര് സർഫാത്ത്. അപ്പോൾ അനന പാച്ചയെ ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? വേറെ സിമ്പിൾ. ഓക്കെ, കരിമ്പ് കഴിക്കലുണ്ടോ? ഓക്കെ, കരിമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്, ഏതാ പറയാൻ പറ്റും? തമിഴ്നാട് എന്ന സംസ്ഥാനമായത്? ഇന്ത്യൻ സംസ്ഥാനം. തമിഴ്നാട് ഇന്ത്യൻ സംസ്ഥാനമാണ്. ഓക്കെ ആയിരിക്കും. അപ്പോൾ മറ്റേതിൻ്റെ ആൻസർ അറിയോ? കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏറ്റവും കൂടുതൽ? തമിഴ്നാടല്ല, റോങ് ആണ്. യെസ് ഗൈസ്, നമ്മൾ ഫുള്ള് റോങ് ആണ്. ഇവിടെ ഫുള്ള് എല്ലാവരും തമിഴ്നാടാണ് പറയുന്നത്. പക്ഷെ തമിഴ്നാടല്ല ഗൈസ്, തമിഴ്നാടല്ല. അല്ല. അത് പ്രശ്നമില്ലല്ലോ, സീനില്ല, ഹാപ്പിയാണ്. ഓക്കെ, എന്നാൽ ഒരു കുഴപ്പമുണ്ട്, ചെറിയൊരു കുഴപ്പമുണ്ട്. ഒരു പാട്ട് പാടണം. കുഴപ്പമുണ്ട്. ഓക്കെ ബ്രോ, ഇത് നിങ്ങളെ ചങ്ക്. ഓക്കെ, ചങ്ക് ബ്രോ, ബഡ്ഡി. ഓക്കെ, ഇത് ഗ്ലാസ് ചെയ്താ നോക്കട്ടെ. മോനെ, ഇത് ഞാൻ പണ്ട് എൻ്റെ കൈമേലുണ്ട് ഈ സാധനം, വേറെ സാധനം. അതിൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതൊന്ന് വെക്ക് നോക്കട്ടെ. വെറുതെ ഷോ ഉണ്ടല്ലേ. ഓക്കെ, എന്നാ ബ്രോനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉണ്ട്, ഏതാ പറയാൻ പറ്റുമോ? ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. ആണല്ലേ, ഫുള്ള് യോയോ ടീമല്ലേ? പണി എന്ത് പണിക്കാ പോലെ? പല പണിക്ക്. ഇപ്പൊ എന്താ പണിക്ക് പോയി? ആണ്. എൻ്റെ മോനെ, കണ്ടതിൽ വളരെ സന്തോഷം. എന്നാല് അപ്പൊ ക്യാമറ നോക്കി ആയി പറഞ്ഞു. പാട്ട് പാടോ? അതറിയില്ല. എടാ, പണിക്ക് പോകുമ്പോ പാട്ടൊക്കെ പഠിക്കിടുമെങ്കിൽ പാട്ട് പാടാനല്ലോ പണിക്കോണേ. ഓക്കെ, അതെ. അപ്പൊ ഇപ്പൊ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട്? ഇപ്പൊ അക്കൗണ്ടിലെത്തുണ്ടാവില്ല, ഞാൻ കറങ്ങി അടുത്ത് വരിക. ആണല്ലേ? ഓക്കെ, കണ്ണൂര് ഒക്കെ പോയില്ലേ? ഓക്കെ, എന്നാ ശരി. ഓക്കെ, ബൈ. ഹായ് ഗൈസ്, ഹായ്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വേണ്ട. നമുക്ക് അനന പാച്ചേ എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഉണ്ട്, കളിച്ചാലോ? നടക്കൂല. എന്നാൽ ക്വസ്റ്റ്യൻ തന്നെ ആക്കാം. ഓക്കെ. ഏറ്റവും കൂടുതൽ കരിമ്പില്ല, നമ്മൾ കഴിക്കുന്ന കരിമ്പ്, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉണ്ട്, ഏതാ പറയാൻ പറ്റുമോ? അറിയില്ല. അപ്പം എന്നാലും നിങ്ങൾക്ക് അറിയാത്ത സ്ഥിതിക്ക് വേറെ ചോദിക്കാം. ഓക്കെ, 777 + 333 എത്ര? 777. ഓക്കെ,
77733. ഓക്കെ. 1 ഇംഗ്ലീഷാ? 1010. റോങ് ആൻസറാണ്. ഓക്കെ. അപ്പോൾ എന്നാൽ വേറെ ഒരു ചോദിക്കല്ലേ? മതി. ഓക്കെ. അപ്പോൾ എന്നാൽ പ്രശ്നമില്ല. അപ്പോൾ ആൻസർ 1110. 1110. ഓക്കെ. അപ്പോൾ ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഓക്കെ. ഹായ് ഗൈസ്. ഹായ്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാൻ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഹാപ്പി അല്ലേ? ഹാപ്പി. പേരെന്താ? ഓക്കെ. ഹിതേഷ്. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ കരിമ്പില്ലേ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്, ഏതാ പറയാൻ പറ്റുമോ? അതെ. അല്ല. കർണാടക അല്ല. തമിഴ്നാട് സംസ്ഥാനം ആണോ? തമിഴ്നാട് സംസ്ഥാനം ആണല്ലേ? ഓക്കെ. എന്നാൽ പ്രശ്നമില്ല, നമുക്ക് അതല്ലേ റോങ് ആണ്. ആൻസർ ഉത്തർപ്രദേശ്. അപ്പോൾ ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ഗൈസ്, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ സ്റ്റേജിൻ്റെ ഭാഗത്തുള്ളത്. അമ്മ ചോദിച്ചോക്കാം. ഹായ് ബ്രോ. ഹായ്. അനന്ന പാച്ചേ തേൻ തേൻ അതൊന്ന് സംഘഗാനാക്കി നമ്മൾ പാടിയാലോ? അല്ല ഗൈസ്, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ ചോദിച്ചു നോക്കാം നമുക്ക്. എനിക്കോ? എനിക്ക് അനന്ന പാച്ചേ ആ പാട്ട് ഒന്ന് നിങ്ങൾ പാടുമോ? നിങ്ങൾ അറിയോ അനന്ന പാച്ചേ? അറിയില്ല. അതാണ് എൻ്റെ പ്രശ്നം വരുന്നത്. അത് ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ. എന്നാൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കല്ലേ? ഉത്തരം പറയാം. ഓക്കെ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉണ്ടേ? കർണാടക. റോങ് ആൻസർ ആണ്. ശരിയായിട്ടുള്ള ആൻസർ മഹാരാഷ്ട്ര. അല്ല. നിങ്ങൾക്കറിയോ? തമിഴ്നാടല്ല. പിന്നെ ഓക്കെ. ആർക്കും അറിയില്ലല്ലേ? ഇല്ല. ഓക്കെ. അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവുക. അതെ. അപ്പോൾ ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ഇവിടെ ചാമ്പെന്ന് ഗൈസ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ കിട്ടാനുള്ള പരിപാടിയല്ലേ? ആണല്ലേ? ഓക്കെ. നല്ല ടീമല്ലേ നിങ്ങള്? അപ്പോൾ ആൻസർ എന്താ അറിയോ നിങ്ങൾക്ക്? പറയട്ടെ. തമിഴ്നാട്. ഓക്കെ. എന്നാൽ അങ്ങോട്ട് വരും, പറഞ്ഞുതരാം. ഗൈസ്, നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഇവരിങ്ങനെ ബാക്കിൽ വരുന്നുണ്ട്. ആണല്ലേ? ഓക്കെ. ഞങ്ങൾ ബാക്കിൽ വരുന്നില്ല. ഓക്കെ. അപ്പോൾ ഉത്തർപ്രദേശ് അതാണ് ആൻസർ. ഉത്തർപ്രദേശ് ആണോ? യെസ്. അപ്പോൾ ഒരു ആയി പറഞ്ഞോളൂ. അപ്പോൾ എങ്ങനെയുണ്ട് പെരുന്നാൾ? എങ്ങനെയുണ്ട്? ഉഷാർ തന്നെ. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു ബീച്ച്? ഇന്നത്തെ ബീച്ച് അന്നത്തെ പോലെ തന്നെയാണ്. ആണല്ലേ? ഓക്കെ. പോരാ. ഓക്കെ. ക്രൗഡില്ല. നിങ്ങൾക്കോ? ഇവര് പാട്ടുകാരിന്റെ മാതിരി ഉണ്ടല്ലോ. പാടൂല. അങ്ങനത്തെ പാട്ടുകാരിയാ. ആണ്. പ്രശ്നമില്ല. ഓക്കെ. ഓരോരുത്തർ ഓരോരോ മൂഡല്ലേ, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ. അപ്പോൾ ഒരു ക്യാമറ നോക്കി ആയി പറഞ്ഞോളൂ. ഒരു ആടിപ്പാടി ഒരു ടീം വരുന്നുണ്ട്. ഹായ് ബ്രോ. ഹായ്. പേരെന്താ? ബാസി. ഓക്കെ. എൻ്റെ പേര് കുഞ്ഞിരാമായണൻ. യെസ്. ഓക്കെ. കുഞ്ഞിരാമായണൻ വരുന്നത് തലക്കോയി എന്ന് പറഞ്ഞ ഒരു ദൂര സ്ഥലത്തു നിന്നാണ്. അപ്പോൾ അത് കുറച്ച് അങ്ങ് അകലെ ഗുജറാത്തിൽ നിന്ന് അടിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രെയിൻ പിടിച്ചിട്ട് ചിലപ്പോൾ ബസ്സിലോ അല്ലെങ്കിൽ ബൈക്കുമല്ലോ എവിടെ പോയാലും അവിടെ ഗുജറാത്തിലെ തലക്കോയി. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. ഹാപ്പി അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? നാടാണ്. ഓക്കെ. അപ്പോൾ ഇന്നറിയോ? അറിയില്ല. അറിയില്ല. ഓക്കെ. എന്തായാലും ലാസ്റ്റ് അറിയപ്പെടും. ഓക്കെ. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ കരിമ്പില്ലേ, നമ്മൾ കഴിക്കുന്ന കരിമ്പ് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമുണ്ട്, ഇന്ത്യൻ സംസ്ഥാനം. അതേതാ പറയാൻ പറ്റും? ഹരിയാന അല്ലെങ്കിൽ പഞ്ചാബ് ആണ്. ഓക്കെ. സംഭവം റോങ് ആയിക്കണം, പ്രശ്നമില്ല. ഓക്കെ. ആ ഒരു പറയാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അവിടെയാണ്. അപ്പോൾ അത് നിങ്ങളോ? ചിറാപൂഞ്ചിയോ? ആണല്ലേ? ഓക്കെ. പ്രശ്നമില്ല. അപ്പോൾ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21 യൂട്യൂബാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഹായ് പറഞ്ഞു. ഹലോ ഗൈസ്. ഹായ്. ഓക്കെ. പേരെന്താ? ഓക്കെ. 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 ക്യാമറ ഓൺ ആണ്. ഓക്കെ. അപ്പോൾ ഒരെല്ലാവരും ഒരു ഹായ് പറഞ്ഞു. ഓക്കെ ഗൈസ്, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു ഹായൊക്കെ ഇവിടെ നിൽക്കും. നിങ്ങൾ ഹായൊക്കെ തീർന്ന്. ഓക്കെ.
ഏറ്റവും കൂടുതൽ കരിമ്പില്ലേ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. അത് ഏതാ പറയാൻ പറ്റുമോ? അത് പറയാന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഇടുക്കിയോ? എന്തല്ലേ? രാജസ്ഥാനല്ലേ? ഓക്കെ. ഏതാണ്? ഗുജറാത്ത്, പഞ്ചാബ്. പൊട്ടത്തരോ, ശുദ്ധമായ പൊട്ടത്തരോ. ഓക്കെ, എന്താ പറയല്ലേ? ഒക്കെ റോങ് ആൻസർ. നമ്മൾ നോക്കിയായി പറഞ്ഞു ഗൈസ്. ഇവർക്ക് ഒന്നും കിട്ടിയില്ല. ഇവരെന്താ ചെയ്യാ? ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, ബൈ. ഓക്കെ, ഹായ് ഗൈസ്. പേരെന്താ? അഭിജിത്ത്. ഇന്നത്തെ കടലിൻ്റെ തിരയിലൂടെ എണ്ണത്തിൻ്റെ ഇടയിലൂടെയാണ് ഞാൻ എന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കാഞ്ചന മൊയ്തീൻ്റെ വരി എഴുതിയപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, നീ എന്തിനാ ഈ കടലിലേക്ക് വന്നത്? അപ്പോഴാണ് ഒന്നും മനസ്സിലായില്ലേ അല്ലേ? ഓക്കെ, ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞുതരാം. കാഞ്ചന മൊയ്തീന് എവിടെയാണ് ആദ്യം കാലുകുത്തിയത്? പറയൂ. കടലിലെ. കടലിൻ്റെ ഏഴാമത്തെ അടിത്തട്ടിൽ നിന്ന് നീച്ചു വരുന്നത് ആരാന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എൻ്റെ പേരെന്താ? ഓക്കെ, എൻ്റെ പേര് രമേശ് എന്നാ. ആ, അപ്പോൾ ഞാനിവിടെ കുഞ്ഞിൻ്റെ സ്ഥലം അറിയും. കുഞ്ഞി അറിയില്ല? കുഞ്ഞിൻ്റെ രാമായണത്തിൻ്റെ കുമാരനാശൻ അറിയും? കവിത എഴുതുന്ന. ഓക്കെ, അങ്ങനെ വെച്ചാൽ എന്നോട് ഇനി കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ കുടുംബക്കാരായി പോകും. അതാ വിഷയം. അപ്പോൾ ഒരു ചെറിയൊരു പ്രാങ്ക് ചെയ്താട്ടോ. മനസ്സിലോക്ക് തന്നെയാണ് ഒരു ജസ്റ്റ് ഒരു യൂട്യൂബിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഒരായി പറഞ്ഞു. ഹായ് ഗൈസ്. ഹായ്. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ പറയാന്ന് വെച്ചാൽ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഏറ്റവും കൂടുതൽ കരിമ്പില്ലേ നമ്മൾ കഴിക്കുന്ന കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് പറയാൻ പറ്റും? തമിഴ്നാട്. ഓക്കെ, മഞ്ഞട്ട ആള് പറയൂ. അറിയില്ല. വെള്ളട്ട ആൾക്കും പറയാം. ഓക്കെ, കറുപ്പട്ട ആൾക്കും പറയാം. അതെ, എന്തേലൊക്കെ പറഞ്ഞോട്. ബീച്ചിലേക്ക് വന്നല്ലേ? അറിയില്ലല്ലോ. ക്ലൂ ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ കിട്ടിയില്ലെങ്കിൽ ഇതിലാരാ ഏറ്റവും സിംഗർ ആരാ? ഷിബില. ഓക്കെ, എന്നാൽ ഒരു 4 വരി പാടിയത്. ഇപ്പൊ ട്രെൻഡിങ് കിടക്കുന്ന പാട്ട് നിങ്ങൾക്ക് അറിയില്ലേ? അനന പാച്ച് പുത്തി തേൻ എന്ന് പറഞ്ഞിട്ട്. അത് പാടിയാൽ മതി. ആണ്. ഇതെന്താ ഉപ്പിലിട്ടതോ? ആണ്, അതിന്റെ ഫാനല്ലേ? ഓക്കെ, ഇത് യൂട്യൂബാ. അനസ്ലോഗ് 21 യൂട്യൂബ് ചാനലാ. അപ്പോൾ ആൻസർ കിട്ടൂല. ഉത്തരം ഇന്നത്തെ വീഡിയോയിലാണ് ഉണ്ടാവുക. അപ്പോൾ ക്യാമറ നോക്കി രായി പറഞ്ഞു. ഓക്കെ, തമിഴ്നാട് റോങ് ആൻസറാണ്. ഓക്കെ, അപ്പോൾ പാട്ട് പാടുമല്ലേ ഷിബില? ഓക്കെ, പറഞ്ഞോളൂ. പാടൂല്ലേ? പാടുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ മലപ്പുറം. ഓക്കെ, എങ്ങനെയുണ്ട് ഇന്നത്തെ കോഴിക്കോട് ബീച്ച്? അടിപൊളിയല്ലേ? ആണ്. ഓക്കെ, നിങ്ങൾ അടിയൊന്നും ഉണ്ടാക്കണ്ട. ആരേ ഒരാൾ പാടിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. എന്നാൽ വേറൊരു ടാസ്ക് തരട്ടെ. പാട്ട് വേണ്ട. ഓക്കെ, നിങ്ങളൊക്കെ എന്താ പഠിക്കുന്നത് പറയും? ഒന്നും പഠിക്കുന്നില്ല. ആണ്. ഓക്കെ, ജസ്റ്റ് ഒരു മാത്സ് ചോദിക്കാം. അത് ഇതിൽ ആരൊക്കെങ്കിലും പറഞ്ഞാൽ മതി. ആരാ ഇത് പറയാ? ആ ഒരു മൂടല്ലേ? ഓക്കെ, എന്നാൽ 777 + 313 എത്ര? + 313 ആണ്. നിങ്ങളോ? ഞങ്ങളും. അതെ, ഡിഗ്രി പോയിട്ട്. അതെ, ഐസ് നല്ല പറയുന്നുണ്ട് ഇത് വ്ളോഗിൽ വരുമെന്ന്. ഞാൻ വേറെ മോഡൽ വ്ളോഗർ. നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇന്ത്യമാര് കണ്ടിട്ടുണ്ടാവില്ല. യെസ്, ഞാൻ സ്പെഷ്യലാണ്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 2090 + 10 എത്ര? 2011. ഓക്കെ, പൊട്ടത്തരം, ശുദ്ധമായ പൊട്ടത്തരം. താങ്ക് യു. അപ്പോൾ നിങ്ങൾ പറയൂ. 2090 + 10. 2090. എൻ്റെ മനെ കുത്തിക്കള്. പേരെന്താ? ഷിബില. റോങ് ആൻസർ. എന്നായിക്കോട്ടെ, നിങ്ങൾ പറയൂ. ഇവിടെ കണക്ക് കൂട്ടുന്നുണ്ട്. നിങ്ങൾ പറയൂ. നിങ്ങൾ പറയും. കിട്ടൂലല്ലോ. 2090. ഓക്കെ, ഞാൻ പറയൂ. 2090. ഓക്കെ,
2100. നിങ്ങളാണ് പൊളി കുത്തികള്. 2100 ആൻസർ. ഇവര് തുള്ളി പഠിക്കൂല കേട്ടോ. നിങ്ങൾ പഠിച്ച പിന്നെ ഒരു അടിപൊളിയാ. എവിടുന്നാ വരുന്നത് നിങ്ങള്? ആ, മലപ്പുറം. അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാ? അല്ലല്ലോ, ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഒരു ആയി പറഞ്ഞു. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ അനസ് വ്ലോഗ് 21 മറന്നുകൊണ്ട് 21. അപ്പോൾ എനിക്ക് ഓക്കെ. അപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരു ആയി പറഞ്ഞു. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും ആയി എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ, ഹാപ്പി അല്ലേ? ഓക്കെ. അപ്പോൾ ഈദ് മുബാറക്ക്. ഓക്കെ, ബൈ ഗൈസ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആൾക്കാരെ പിടിക്കാം. ഇന്ന് എല്ലാവരും പിടിക്കും ഗൈസ്. ഇന്ന് ഫുള്ള് വിഷയമാണ്. മൊത്തത്തിൽ ആൾക്കാർ സ്റ്റേക്കാവുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചോദിച്ചു നോക്കാം. ഹലോ ഗൈസ്, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ആൻസർ പറയാൻ വെച്ചാൽ ഗിഫ്റ്റ് ഞാൻ തരാം. ഹാപ്പി അല്ലേ? പേരെന്താ? ആമിന, സിയ, അസ്ബിയ, ദിൽസിയ, നെസ്ലി. അപ്പോൾ ആൻസർ പറയാന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഹാപ്പി അല്ലേ? ഓക്കെ. ഏറ്റവും കൂടുതൽ കരിമ്പില്ലേ, നമ്മൾ കഴിക്കുന്ന കരിമ്പ്, അത് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേരെന്താ പറയാൻ പറ്റുമോ? എന്താണ്? സിറാത്ത് പാലോ? ഗുജറാത്തോ? അല്ല, റോങ്ങാ. അറിയൂല. നിങ്ങൾക്ക് അറിയോ? അറിയൂല. അപ്പോൾ ക്യാമറ നോക്കി ആയി പറഞ്ഞു. ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. ഒരു ചെറിയൊരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക്. അവരായി പറഞ്ഞോളൂ. അങ്ങനെ ആ വീട്ടിലേക്ക് പോവാം. ഇവിടുത്തെ എല്ലാ പരിപാടി കഴിഞ്ഞു. ഇന്ന് ഗിഫ്റ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ വൈൻഡപ്പ് ഞാൻ അവിടെ നിന്ന് ചെയ്തതാണ്. അതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. ഓക്കെ. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കാം ഗൈസ്. അങ്ങനെ ഞാൻ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഒരു ഹായ് ഇട്ട് ഇനി പഴയ മോഡൽ ഇവിടെ നിന്ന് പറയിപ്പിക്കാം നമുക്ക്. ഓക്കെ അച്ഛാ, ഞാൻ ഈ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളാണ് അവസാനത്തിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ഹായ് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ട്? മൂടാവില്ലേ? ഓക്കെ. അല്ല, പറയാനായില്ല. ഓക്കെ, നേരമില്ല. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതിന് നേരമുണ്ടോ? ഓക്കെ. ആൻസർ പറയാൻ വെച്ചാൽ ഗിഫ്റ്റ് ഞാൻ തരാം. ഓക്കെ. അപ്പോൾ ആ ഒരു നല്ലൊരു മനസ്സ് അങ്ങോട്ട് വരും. ആണ്. ഇനി ഓടി പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ഞാനിപ്പം തന്നെ ഓടി വരിക. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളുള്ളത് എന്നാൽ അങ്ങോട്ട് വരും. പറഞ്ഞതാ. എൻ്റെ പേര് രമേശ് എന്നാണ്. വരും, പറഞ്ഞതാ. അപ്പോൾ ഞാനിങ്ങനെ കുമാരനാശാൻ അറിയില്ലേ? ആ, അപ്പോൾ അയാളെ കവിത നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ. എന്നാൽ ജസ്റ്റ് വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ അനനബാച്ചിയെ കളിക്കോ? അതും കളിക്കൂല. ഒന്ന് ഊരങ്ങനെ ആട്ടിയിട്ടുള്ള കളി അതും കളിക്കൂല. ഒരു കളിയില്ല. ഓക്കെ. എന്നാൽ ക്ലാസ്സൊക്കെ ഒന്ന് കിട്ടും. അങ്ങനെ വ്ളോഗ് അവസാനിക്കാൻ വേണ്ടി പോകണം. ഇതാണ് ഇന്നത്തെ കോഴിക്കോടിൻ്റെ വ്ളോഗ് വരുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോടിലാണ് ഇന്ന് വ്ളോഗ് എടുത്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സമ്മതമല്ലേ ഗൈസ്? ലൈക്ക് അടിക്കാൻ ആർക്കും മറന്നു വരുന്നത്. ലൈക്ക് അവിടെ അടിച്ചത് നോക്കണം. മറക്കരുത്. അതെ. മൊത്തത്തിൽ ഒന്ന് കത്താൻ പോകുന്നു കോഴിക്കോട് മൊത്തം. ഫുള്ള് വിഷയമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മാക്സ് ചോദിക്കട്ടെ. ഇങ്ങനത്തെ മാക്സാ? ഒരു ചെറിയ മാക്സ് ആണ്. എന്നാ വേണ്ടല്ലേ? വേണ്ട. ഓക്കെ. അപ്പോൾ ഇത്ര തന്നെ വീഡിയോസ് ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ രായി പറഞ്ഞോളൂ.